നമസ്കാരം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.84%, S&P 500 1.12%, നാസ്ഡാക്ക് 1.9% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ വരുന്ന ഡേറ്റകൾ, ജോബ് ഡേറ്റ വന്നത് ഏതാണ്ട് 22 വർഷത്തെ ലോവർ റേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് പല പ്രൈവറ്റ് ഏജൻസികളുമാണ് ഇത്തരത്തിലുള്ള ഡേറ്റ പുറത്ത് വിട്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. മറ്റൊന്ന്, അവിടെ ഉണ്ടാകുന്ന ഷട്ട് ഡൗൺ ഏതാണ്ട് 36 ദിവസത്തോളമായി ഇപ്പോൾ അമേരിക്ക ഷട്ട് ഡൗൺ ഉണ്ടാകുന്നു. ഷട്ട് ഡൗൺ മൂലം പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. അവിടുത്തെ അതുപോലെ ഈ പോഷകാഹാര അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സപ്ലിമെന്റ്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന എമൗണ്ട് ഒന്നും വിനിയോഗിക്കാൻ കഴിയുന്നില്ല. പലരും സാലറി ഇല്ലാതാണ് ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള അൺസർട്ടനിറ്റികളും വരുന്നുണ്ട്. ട്രംപിന്റെ ഈ താരിഫ് മൂലം അമേരിക്കൻ ജനതയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളും ഒക്കെ വരുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റ് ഇത് കൂടാതെ തന്നെ AI റിലേറ്റഡ് മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ട് വന്നതും അതിനെ സംബന്ധിച്ച് അത്രയും റിട്ടേൺ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലും, AI ബബിൾ ആണ്, പിന്നെ വാല്യുവേഷൻ ഹൈ ആണ്, ഇത്തരത്തിലുള്ള പല വാദങ്ങളും മൂലം അമേരിക്കൻ മാർക്കറ്റ് ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. ഇനി ഇന്ത്യയായിട്ടുള്ള താരിഫ് റിലേറ്റഡ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതല്ലാതെ വേറെ മറ്റ് വാർത്തകളൊന്നും ഇന്ത്യൻ ഭാഗത്തുനിന്നും US ഭാഗത്തുനിന്നും ഇല്ല. ചൈനീസ് ഇവർ തമ്മിൽ പ്രസിഡന്റുമാർ തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും അതിനെ സംബന്ധിച്ച് മറ്റൗട്ട്കം ഒന്നും പുറത്തു വരുന്നില്ല. ഇത്തരം പല അൺസർട്ടനികൾക്ക് ഇടയിലാണ് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും US മാർക്കറ്റും ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 24,507 ലെവലുകളിലാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ഹൈ ഫോർമേഷൻ ആണ് ഇപ്പോൾ വരുന്നത്. അതായത് ട്രെൻഡ് ചെറുതായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ഒരു 90 പോയിന്റോളം ഗ്യാപ് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത. 25 500 400 ലെവലുകളിലാണ് ഇപ്പോൾ സപ്പോർട്ട് കാണുന്നത്. 25,400 താഴെ 25,345 ലെവലുകളിലാണ് സപ്പോർട്ടുള്ള. റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് 25,624, 25,745 ലെവലുകളിലാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് റെസിസ്റ്റൻസുകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവരുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തുടരുന്നു. അതുപോലെ തന്നെ ഇന്ന് FIസിന്റെ ഷോർട്ട് പൊസിഷൻ നോക്കിയാണെങ്കിൽ 86% അവർ ഷോർട്ട് പൊസിഷൻ ആണ്. അവർ ഷോർട്ട് പൊസിഷൻ കൂട്ടി 68% ലോങ്ങിലാണ് ക്ലയൻസ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് അവരുടെ ഷോർട്ട് പൊസിഷൻ അല്പം കുറച്ചിട്ടുണ്ട്, 51% ആക്കിയിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെലിന്റെ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട്. സിംഗ്ടെൽ ഈ 8% സ്റ്റേക്ക് സെല് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽ, LIC എന്നിവയെല്ലാം മികച്ച റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതുപോലെ ഇന്നലെ ഇവിടെ വന്ന സർവീസ് PMI ഡേറ്റ ഏതാണ്ട് 5 മന്ത് ലോയിലാണ് കാണിക്കുന്നത്. ശരിക്കും സർവീസ് PMI ഡേറ്റ നല്ല ഡേറ്റ ആണെങ്കിൽ പോലും ഇതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഒരു 5 മന്ത് ലോയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ SBI ഗ്രൂപ്പിൽ നിന്ന് പുതിയൊരു IPO വരാൻ സാധ്യതയുണ്ട്. SBI ഫണ്ട് മാനേജ്മെന്റ് 6.3 സ്റ്റേക്ക് സെല് ചെയ്യാൻ, IPO വഴി സെല് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങാൻ നമ്മുടെ ബ്ലൂ ചിപ്പ് കമ്പനികളിലൊക്കെ വരുന്ന റിസൾട്ടുകളൊക്കെ പോസിറ്റീവാണ്. മിഡ് ക്യാപ്പിൽ വരുന്ന റിസൾട്ടുകളെല്ലാം ഒരു മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കാൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നിലവിൽ നിൽക്കുന്നുണ്ട്.